Hello everyone, welcome to Highways Learning and to our MA Psychology IGNOU Exam Marathon Series. IGNOU Exam Marathon Series in the 10th part lekana nammal ethippettirikkunnathu like njan deal cheyidondirikkunna 10th part aanu. Appam nammal കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റിസർച്ച് മെത്തേഡ്സിന്റെ ബ്ലോക്ക് 3 ആണ്. അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ബ്ലോക്ക് 4ന്റെ അതായത് റിസർച്ച് മെത്തേഡ് പേപ്പറിന്റെ ലാസ്റ്റ് ബ്ലോക്കിലേക്കായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കഷൻ കൊണ്ടുപോകുക. അപ്പോൾ അതിന് മുമ്പ് എക്സാം മാരത്തൺ സീരീസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ എക്സാം മാരത്തൺ സീരീസിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ MA സൈക്കോളജി IGNOU MA സൈക്കോളജിയുടെ mapc എന്നാണ് കോഴ്സിൻ്റെ കോഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം. അപ്പം ആ ഒരു കോഴ്സിൽപ്പെട്ട എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് ഇയറിലുള്ള എല്ലാ പേപ്പേഴ്സും എടുത്തിട്ട് അതിൽ ഓരോ ബ്ലോക്കുകളും ഓരോ യൂണിറ്റുകളും അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് എടുത്ത് അതിനെ ഡിസ്കസ് ചെയ്യാണ് പ്രധാനമായിട്ടും നമ്മൾ മാരത്തൺ സീരീസിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി 2-3 പേപ്പേഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അഥവാ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വീഡിയോസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ റിസർച്ച് മെത്തേഡ്സിൻ്റെ ബ്ലോക്ക് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബ്ലോക്ക് 4ലുള്ളത്? പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് 4ൽ പറയുന്നത്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൻ്റെ മുകളിൽ ഇതിന് ഉള്ളത്, അതുപോലെ തന്നെ ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെ ടൈപ്പാണുള്ളത്. ഓക്കെ, ഒരുപാട് ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ അതിന് ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. ഓക്കെ, ഇൻ്റർവ്യൂസും കേസ് സ്റ്റഡീസും ഒക്കെ നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. അതുപോലെ തന്നെ എത്നോഗ്രഫി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡുകളെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിൻ്റെ ഒരു റിലവൻസിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ബിഹേവിയറൽ സയൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് ഒരു അഭിപ്രായം പറയാറുള്ളത്. കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും എത്രത്തോളം സബ്ജക്റ്റീവായുള്ള ആൻസേഴ്സ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒരു പ്രതീക്ഷയുമാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു പൊതു അഭിപ്രായത്തിലേക്ക് റിസർച്ചേഴ്സിനെ എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ബ്ലോക്കിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കൂടുതൽ കൊണ്ടുപോകുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് 2 questions from the previous years and from this particular block of research methods paper. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ദ സ്റ്റെപ്സ് ഓഫ് എത്നോഗ്രഫി. എത്നോഗ്രഫി ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് റിസർച്ച് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈപ്പാണ് എത്നോഗ്രഫി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അലോങ് സൈഡ് വിത്ത് കേസ് സ്റ്റഡി ആൻഡ് ഇൻ്റർവ്യൂ ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പം ഈ എത്നോഗ്രഫിയുടെ സ്റ്റെപ്സ് ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുക കോണ്ടൻറ്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ടാണ്. ഒരു റിസർച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ട് SLMൽ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സ്റ്റെപ്സിൻ്റെ എത്നോഗ്രഫിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ എത്നോഗ്രഫിക് റിസർച്ച് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും നിങ്ങൾ എഴുതേണ്ടത് ഇത്രയാണ്. അതായത് ഒരു എത്നോഗ്രഫിക് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ലോഞ്ചിറ്റ്യൂഡിനായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തുകൊണ്ടുള്ള സ്റ്റഡീസ്, ഡീപ്പായിട്ടുള്ള സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ ഒരു ആദിവാസി ട്രൈബിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, അവിടുത്തെ ആളുകളുടെ ബിഹേവിയറിനെ കുറിച്ച്, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് എന്നതിനെ കുറിച്ച്, വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ചിന്താഗതികളെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്നോഗ്രഫിക് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ ആ ട്രൈബൽ ഏരിയയിൽ പോയിട്ട് അവിടുത്തെ ഒരു മെമ്പറായി മാറിക്കൊണ്ട് അവരുടെ കൾച്ചർ പ്രോഗ്രാംസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അതിൻ്റെ ബേസിൽ റിസൾട്ട്സും കൺക്ലൂഷൻസും മേക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് എത്നോഗ്രഫേഴ്സ് എന്ത് ചെയ്യുന്നത് റിലേ ചെയ്യുന്നത്. അപ്പം ഈ എത്നോഗ്രഫിക് മെത്തേഡിൽ നമുക്ക് എത്ര സ്റ്റെപ്സ് ആണുള്ളതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ആണ്. ദ എത്നോഗ്രഫിക് മെത്തേഡ് ബിഗിൻസ് വിത്ത് ദ സെലക്ഷൻ ഓഫ് എ കൾച്ചർ. അഥവാ ഏത് കൾച്ചറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, ഏത് ട്രൈബിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന സ്റ്റെപ്സ് ആണ് എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സോ സെലക്ഷൻ ഓഫ് ദ കൾച്ചർ ഓർ ദ ട്രൈബ് ദാറ്റ് വി നീഡ് ടു സ്റ്റഡി or the society that we need to study. ആരെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, ഏത് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്, ആ ഒരു കൾച്ചറിനെ, കമ്മ്യൂണിറ്റിയെ, ആ പോപ്പുലേഷനെ ആര് സെലക്ട് ചെയ്യുന്നു, റിസർച്ചർ സെലക്ട് ചെയ്യുന്നു, അയാളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നു എന്നാണ്. അതാണ് ഒന്നാമത്തെ എന്താണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഓൾറെഡി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സെലക്ട് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ്, സ്ക്രിപ്റ്റേഴ്സ്,
ബുക്സിലോ അല്ലെങ്കിൽ ജേർണൽസിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാറ്റ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റയെ എന്താണ് നമ്മൾ റിവ്യൂ ചെയ്യുകയാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ദ റിസർച്ചർ റിവ്യൂസ് ദ ലിറ്ററേച്ചർ പെർട്ടൈനിങ് ടു ദ കൾച്ചർ ടു ഗെറ്റ് എ ബ്രീഫ് ഐഡിയ ആൻഡ് ഹിസ്റ്ററിക്കൽ സ്കെച്ച് ഓഫ് ദ കൾച്ചർ. അഥവാ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു നമ്മൾ എത്നോഗ്രഫിക്കൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു കൾച്ചറിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയയും അതിന്റെ ഹിസ്റ്ററിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നത്. അപ്പം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. മൂന്നാമതായിട്ട് എന്താ ചെയ്യുന്നത്? ഐഡന്റിഫൈസ് വേരിയബിൾസ് ദാറ്റ് ഇൻട്രസ്റ്റ് ഹിം ഓർ ഹെർ ആസ് വെൽ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദ കൾച്ചർ. ആ കൾച്ചറിലെ മെമ്പേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള, അതുപോലെ തന്നെ ആ കൾച്ചറിലെ മെമ്പേഴ്സ് നമുക്ക് എന്താണ് ക്ലിയർലി വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന, നമുക്ക് സ്റ്റഡിയബിൾ അല്ലെങ്കിൽ റിസർച്ചബിൾ ആയിട്ടുള്ള വേരിയബിൾസിനെ സെലക്ട് ചെയ്യാണ് റിസർച്ചർ അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേരിയബിൾസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾസിന്റെ ബേസിലായിട്ടുള്ള സ്റ്റഡി ആയിരിക്കും പിന്നീട് നടത്തുക. അപ്പം ഈ 3 സ്റ്റെപ്സ്, സെലക്ഷനും റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും ഐഡന്റിഫൈങ് വേരിയബിൾസും, നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പോകുന്നതിന് മുമ്പ്, അതിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്, അവരുടെ ഭാഗമാവുന്നതിന് മുമ്പ് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നടക്കുന്ന സ്റ്റെപ്പുകളാണ്. ഇനിയാണ് നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്നോഗ്രാഫിക് ദെൻ ട്രൈ ടു എൻ്റർ ദ കൾച്ചർ ആൻഡ് ഗെയിൻ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കൾച്ചർ. നമ്മൾ പതിയെ എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയാണ്, അതിൽ എൻ്റർ ചെയ്യുകയാണ്, ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്, അവിടെ താമസമാക്കുകയാണ്. എന്നിട്ട് മറ്റുള്ള അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അവിടുത്തെ മെമ്പേഴ്സിൻ്റെ, ലോക്കൽ മെമ്പേഴ്സിൻ്റെ അക്സെപ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ. പിന്നെയാണ് അഞ്ചാമത്തതാണ് കൾച്ചറൽ ഇമേഴ്ഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ഇമേഴ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മാത്രം പോരാ. എത്നോഗ്രാഫേഴ്സ് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അവരുടെ ലൈക്ക് കുറേ കാലം ലിവ്സ് ഇൻ ദ കൾച്ചർ ഫോർ മന്ത്സ് ഓർ ഈവൻ ഇയേഴ്സ് വിച്ച് ദേ ഹാവ് ടു ചോസൻ ടു സ്റ്റഡി. പ്രധാനമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ കാലം ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പല ആൾക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെയാണ് 6th സ്റ്റെപ്പ് വിച്ച് ഇസ് ഡാറ്റ കളക്ഷൻ. അഥവാ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലൈക്ക് ഒബ്സർവേഷൻസിലൂടെയും അവിടുത്തെ ആളുകളുടെ ബിഹേവിയർ ഒബ്സർവേഷനിലൂടെയും ട്രാൻസ്ക്രിപ്റ്റ്സിലൂടെയും അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂസിലൂടെയൊക്കെ എന്താണ് റെക്കോർഡിങ്സിലൂടെയൊക്കെ നമ്മൾ അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഏത് വേരിയബിളാണ് നമ്മൾ പഠിക്കുന്നത്? ബിഹേവിയറിനാണെങ്കിൽ ബിഹേവിയറിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന സ്റ്റേജ് ആണ് 6th സ്റ്റേജ്. പിന്നെയാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആ കളക്ട് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നു. അത് ലൈക്ക് ആ റിസർച്ചർ എന്ത് ചെയ്യുന്നു? അതിന്റെ ബേസിൽ അനലൈസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടിന്റെ ബേസിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി റിസൾട്ടും റിപ്പോർട്ടും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് ഒരു എത്നോഗ്രാഫർ എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. അപ്പം ദീസ് ആർ വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്: സെലക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഐഡന്റിഫൈങ് വേരിയബിൾസ്, എൻട്രി, കൾച്ചറൽ ഇമേഴ്ഷൻ, ഡാറ്റ കളക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് തിയറി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും വിത്ത് കൺക്ലൂഷൻ. നിങ്ങൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പോയിന്റ് കൂടെ ആഡ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ടാണ്. ശ്രദ്ധിക്കുക, റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം വേറെയും കുറച്ച് എന്താണ് സ്റ്റെപ്സ് ഇവിടെ ഉണ്ട്. 4 സ്റ്റെപ്സ് ഓഫ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടന്റ്സ്, അതായത് ഒരു റിസർച്ചിൻ്റെ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴാണ് റിസർച്ചിൻ്റെ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുക? അത് കംപ്ലീറ്റ് എന്താണ് അനാലിസിസും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു റിപ്പോർട്ടിലേക്ക് വരുന്നത്. സോ ദ ഫൈനൽ പാർട്ട് ഓഫ് ദി റിസർച്ച് ഇസ് കോൾഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമതാണ് ടൈറ്റിൽ പേജ് എന്നുള്ളത്. ടൈറ്റിൽ പേജ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്. ഫസ്റ്റ് പേജ് ഓഫ് ദി റിപ്പോർട്ട് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ടോപ്പിക്. അഥവാ ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞാൽ കവർ പേജ് പോലെ ഒരു സെറ്റപ്പാണ്. അതായത് നമ്മൾ അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? നമ്മളുടെ ടോപ്പിക് ഉണ്ടാവും, ആസ് വെൽ ആസ് ദ നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ ഏത് റിസർച്ച് ഓർഗനൈസേഷന് വേണ്ടിയാണ്, ഏത് കോളേജിൽ വെച്ചിട്ടാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ചെയ്തത്, അതിൻ്റെ പേരും സംഭവങ്ങളൊക്കെ എന്തുണ്ടാവും? ടൈറ്റിൽ പേജിലുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ടേബിൾ ഓഫ് കണ്ടന്റ് എന്നാണ്. ആക്ച്വലി ഈ കണ്ടന്റ്സ് നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ തെറ്റിപ്പോകാതെ നോക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടന്റ് ആണ് അടുത്തത്. ഒരു ടൈറ്റിൽ പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എന്തൊക്കെയാണ് കണ്ടന്റ്സ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടേബിളാണ്. ഓക്കെ. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ടേബിൾ ആവണമെന്നില്ല, ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്താൽ മതി. ദ റിസർച്ചർ പ്രിപ്പയർസ് ദ ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ് ഓഫ് ദ റിസർച്ച് വർക്ക് ആൻഡ് ഇൻ ദെയർ പേജ് നമ്പേഴ്സ്. അഥവാ ഏത് പേജ് നമ്പറിൽ ഏത് പാർട്ടാണുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ് ടേബിൾ ഓഫ് കണ്ടന്റ്. പിന്നെ അടുത്തതാണ് എക്സിക്യൂട്ടീവ് സമ്മറി അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞാൽ അതായത് ചെറിയൊരു റിപ്പോർട്ടാണ്. ഒരു അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഫൈൻഡിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു സ്മോൾ പാരഗ്രാഫാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്നുള്ളത്. ടേബിൾ ഓഫ് കണ്ടന്റ് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഈ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി മാത്രമായിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, താഴെ വേറെ പാരഗ്രാഫ് ഒന്നും കൊടുക്കരുത്. ആ ഒരു പെർട്ടിക്കുലർ സമ്മറി മാത്രം ഒരു പാരഗ്രാഫിൽ കൊടുക്കാം, ചെറിയത്. പിന്നെ പേർപ്പസ് ഓഫ് ദി റിസർച്ച് ആണ് അടുത്തത്. അഥവാ എന്തിനാണ് ഈ റിസർച്ച് ചെയ്തത്? ഒബ്ജക്റ്റീവ് ഓഫ് ദി റിസർച്ച് എന്ന് ഇതിനെ പറയും. അപ്പം ദ പേർപ്പസ് ഓഫ് ദി റിസർച്ച് ഷോസ് ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി റിസർച്ച്. ഓക്കെ.
എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈ റിസർച്ച് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്തിനാണ് ഈ റിസർച്ച് നിങ്ങൾ ചെയ്തത്, അതിൻ്റെ ഒരു റിലയബിലിറ്റി അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഈ പേർപ്പസ് ഓഫ് ദി റിസർച്ചിൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇറ്റ് ഓൾസോ ഷോസ് ദ ഡീറ്റെയിൽസ് ആൻഡ് ടൈപ്സ് ഓഫ് ദി റിസർച്ച്. ഏതാ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഏത് ടൈപ്പാണ് നിങ്ങൾ യൂസ് ചെയ്തതെന്നൊക്കെ എന്ത് ചെയ്യും ഈ പേർപ്പസിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. പിന്നെ അടുത്തതാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ടാർഗറ്റ് എന്ന് പറയുന്നത്. ദിസ് ടോപ്പിക് ഷോസ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പീപ്പിൾ, ഇവൻറ്റ്, പ്രാക്ടീസ്, പ്രോഗ്രാം, ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റഡി. നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ അടുത്തതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെഷേഴ്സും പ്രൊസീജിയേഴ്സും യൂസ്ഡ് ഫോർ കണ്ടക്ടിങ് ദി റിസർച്ച്. ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊസീജിയേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഏത് സാമ്പിൾസ് ആണ്, ഏത് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത് ഒക്കെ കൃത്യമായിട്ട് ഈ മെത്തഡോളജിയിൽ കൃത്യമായിട്ട് എഴുതണം. സോ ഇറ്റ് വിൽ ബി എ വെരി എക്സ്പ്ലെയിനബിൾ തിങ് ഓർ ഇറ്റ്സ് എ വെരി ലോങ് പാരഗ്രാഫ്സ് ഉണ്ടാവുന്ന ഒരു ഏരിയ കൂടിയാണ് മെത്തഡോളജി. പിന്നെയാണ് കണ്ടൻസിൽ വരുന്നതാണ് റിസൾട്ട്സ് ആൻഡ് ഫൈൻഡിങ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞു. ദ സെക്ഷൻ ഡീൽസ് വിത്ത് ദ അനാലിസിസ് ഓഫ് ദ ഡാറ്റ കളക്റ്റഡ്. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ഡിസ്കസസ് ദ റിസൾട്ട് ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് ദ റിസർച്ച്. ഓക്കെ, പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് കൺക്ലൂഷൻ ആണ്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക എന്നതൊക്കെയാണ് ഈ ഒരു റിസർച്ചിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന കാര്യം നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സോ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ ഓഫ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ ഡാറ്റ അനലൈസ്ഡ് ആണ് അവിടെ വരുന്നത്. പിന്നെ ലിമിറ്റേഷൻ, എന്തൊക്കെ ലിമിറ്റേഷനാണ് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റിസർച്ചിന് ഉണ്ടായിരുന്നത്, നിങ്ങൾ എന്തൊക്കെ ലിമിറ്റേഷൻ ഫേസ് ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. പിന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻസ്, സജഷൻസ്, എന്തൊക്കെ സജഷൻസ് ആണുള്ളത്, പിന്നെ ഫ്യൂച്ചർ റിസർച്ചിന് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. പിന്നെ റെഫറൻസസ് ആണ്. ഇതിന് യൂസ് ചെയ്ത പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഓതേഴ്സ്, ജേർണൽസ്, അതിലൊക്കെ കംപ്ലീറ്റ് റെഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫോമാറ്റിൽ APA ഫോമാറ്റാണ് സൈക്കോളജി നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. അതിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതേണ്ടതായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അപ്പൻറ്റൈസസ് ആണ് വരുന്നത്. അപ്പൻറ്റൈസസിൽ നമ്മൾ യൂസ് ചെയ്ത സ്കെയിൽസും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ സോഴ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കോപ്പീസ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് എന്തുള്ളത് ഇതിൽ കണ്ടൻസ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ടിലുള്ളത്. ഒരു റിസർച്ച് ചെയ്ത ആളുകൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ദേ ഓൾറെഡി നോ ഹൗ ദീസ് തിങ്സ് വർക്ക്സ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പേപ്പർ നമുക്ക് പേഴ്സണാലിറ്റി സൈക്കോളജിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ ലിസണിങ്.